ഈശോയ്ക്കും അമ്മയ്ക്കും 1000 നന്ദി. എൻ്റെ പേര് ബീല. ഞാൻ തിരുവനന്തപുരം ജില്ലയിലെ പാറശാലയിലെ അമ്പലികോണം മലങ്കര സഭയിലെ ഇടവകാംഗമാണ്. ഇതിൻ്റെ അനിയത്തിയാണ്. ഞാൻ അനിയത്തിക്ക് വേണ്ടിയാണ് സാക്ഷ്യം പറയാൻ ഇവിടെ നിൽക്കുന്നത്. എൻ്റെ അനിയത്തിക്ക് ഇടവിട്ട് എപ്പോഴും അപസ്മാര രോഗം, അതായത് അപസ്മാരമാണോ ഫിക്സാണോ എന്താണെന്നറിയില്ല. എപ്പോഴും ഒന്നിടവിട്ട് എപ്പോഴും അങ്ങനെ വെട്ടി ബോധാവസ്ഥയിലാവുകയും അങ്ങനെ പല ആശുപത്രികളായി ഞങ്ങൾ മാറി കൊണ്ടുപോയിട്ടും ഒരു സുഖവും അവൾക്കുണ്ടായിരുന്നില്ല. അവൾക്ക് ഉണ്ടായത് 2 ആൺമക്കളാണ്. അപ്പോൾ അവളുടെ വീടെന്ന് പറയുന്നത് ഞങ്ങളുടെ വീടിൽ നിന്നും ഒരു 7-8 കിലോമീറ്റർ ദൂരെയാണ്. അപ്പോൾ ഞങ്ങൾക്ക് പെട്ടെന്ന് പോയി അവളെ നോക്കാനും ഞങ്ങൾക്ക് സാധിക്കുകയില്ല. അപ്പോൾ ഇവൾ ഒരു ദിവസം ഹോസ്പിറ്റലിൽ കൊണ്ടുപോകും. ഞങ്ങൾ നോക്കിയിട്ട് വീട്ടിൽ വന്ന ഉടനെ തന്നെ അടുത്തും ഫിക്സായി കൊണ്ടുപോയി എന്ന് പറയും. അങ്ങനെ പല ആശുപത്രി മാറിയിട്ടും ഇവൾക്ക് ഒരു സുഖം ഉണ്ടായിരുന്നില്ല. അവസാനം ഞങ്ങൾ മെഡിക്കൽ കോളേജ് ഡോക്ടർ അവിടെ കൊണ്ടുപോയിട്ട് അവർക്ക് രോഗം എന്താണെന്ന് കണ്ടുപിടിക്കാൻ കഴിഞ്ഞില്ല. അങ്ങനെ ഞാൻ വലിയ വിഷമത്തോടെ ഞാൻ ഇങ്ങനെ എൻ്റെ വീടിനടുത്തുള്ള ഒരു ചേച്ചി ഇവിടെ കൃപാസനത്തിൽ സ്ഥിരമായി വരുമായിരുന്നു. ആ ചേച്ചിയുടെ അടുത്ത് എൻ്റെ സങ്കടം പറഞ്ഞു. അനിയത്തിക്ക് ഇങ്ങനെയാണ് ചേച്ചി, ഒട്ടും കുറവില്ല, എന്ത് ചെയ്യും എന്നെനിക്ക് അറിയില്ല ചേച്ചി, ഭയങ്കര വിഷമത്തിലാണെന്ന് പറഞ്ഞു. അപ്പോൾ ചേച്ചി പറഞ്ഞു, നീ പേടിക്കേണ്ട, ഞാൻ ഒരു വിശുദ്ധ തൈലവും കുറച്ച് ഉപ്പും തരാം, നീ ആശുപത്രിയിൽ പോകുമ്പോൾ നിൻ്റെ അനിയത്തിക്ക് കൊണ്ട് നെറ്റിയിൽ പുരട്ടിക്കൊട്, ഉപ്പിട്ട് കഞ്ഞിവെള്ളം കൊടുക്കുമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ ഒരു ഉച്ചയ്ക്ക് മെഡിക്കൽ കോളേജ് ആശുപത്രി തിരുവനന്തപുരത്ത് ഈ വിശുദ്ധ തൈലവും ഉപ്പും കൊണ്ട് ഞാൻ അനിയത്തിയുടെ അടുത്ത് പോയി. അവൾ ഒരു CSC പള്ളിയിലാണ് പോകുന്നത്. പക്ഷെ അവൾക്ക് ഈ മാതാവിനെക്കുറിച്ച് ഒരു വിശ്വാസമൊന്നും ഉണ്ടായിരുന്നില്ല. ഞാൻ ഈ നെറ്റിയിൽ കുരിശ് വരച്ചു കൊടുക്കുമ്പോഴും പറയും, എനിക്ക് നീ വരയ്ക്കേണ്ട, എൻ്റെ സുഖമാവില്ല എന്ന് പറയും. അപ്പോൾ ഞാൻ പറയും, നീ മര്യാദയ്ക്ക് വിശ്വസിക്ക്. ഞാൻ എന്നിട്ട് ഇവൾ ഉറങ്ങിക്കിടക്കുമ്പോഴൊക്കെ ഞാൻ ഈ വിശുദ്ധ തൈലം നെറ്റിയിൽ പുരട്ടി, മാതാവേ ഇവൾക്ക് ഇതിൽ നിന്നൊരു സൗഖ്യം കൊടുക്കുകയാണെങ്കിൽ ഞാൻ ഇവളെയും കൊണ്ടുവന്ന് ഇവിടെ സാക്ഷി പറയാമെന്ന് ഞാൻ എൻ്റെ മനസ്സിൽ ഉറപ്പിക്കുകയും അങ്ങനെ ഒരു സാക്ഷിയായി നിൽക്കാൻ എനിക്കിവിടെ സഹായിച്ചതിന് അമ്മയ്ക്കും ദേവകുമാരനും 1000 നന്ദി പറയുന്നു. അതുപോലെ തന്നെ ഇവൾക്കൊരു ഭവനമില്ല. ഇവൾക്ക് 2 ആൺമക്കളാണ്. നേരെ 2 പിള്ളേർക്കും കിടന്നുറങ്ങാൻ ഒരു സ്ഥലമില്ല. ഞങ്ങൾക്കൊക്കെ നല്ല വീടുണ്ട്. ഇപ്പോൾ ഇവൾക്ക് വീടില്ല. ഇവളെ വീട്ടിൽ പോയിട്ട് വരുമ്പോൾ ഞാൻ നല്ല വിഷമത്തിലാണ്. മാതാവേ ഇവൾക്ക് ഒരു വീട്, നല്ലൊരു വീട്, അതും ഞങ്ങളുടെ വീടിനടുത്താണെങ്കിൽ ഇവൾക്ക് ഇങ്ങനെയുള്ള പ്രയാസങ്ങളുണ്ടല്ലോ, ഞങ്ങളുടെ വീടിനടുത്താണെങ്കിൽ ഏറ്റവും നല്ലത് മാതാവേ ഒരു വീട് ഇവൾക്ക് അനുഗ്രഹിച്ച് കൊടുക്കണേ എന്ന് പ്രാർത്ഥിച്ചു. അങ്ങനെ ഇവളെ കൊണ്ട് ഞങ്ങൾ ആദ്യമായി ഇവിടെ കഴിഞ്ഞ വർഷം 7-ാം മാസം ഇവിടെ ഞങ്ങൾ ഉടമ്പടിക്ക് എടുക്കാൻ വേണ്ടി വന്നു. ഞാനും അനിയത്തിയും ഉടമ്പടി എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഉടമ്പടിയിൽ ഞങ്ങൾ നിയോഗം വെച്ചു. ആദ്യത്തെ നിയോഗം എന്ന് പറയുന്നത് ഇവിടെ അസുഖത്തിൻ്റെ കാര്യമാണ്. 2ാമത്തെ നിയോഗം എന്ന് പറയുന്നത് ഇവൾക്കൊരു ഭവനം ദൈവം കൊടുക്കണേ എന്നാണ് ഞാൻ നിയോഗം വച്ചിരുന്നത്. അങ്ങനെ ഞാൻ നിയോഗത്തിൽ പ്രാർത്ഥിച്ചു. അതിൻ്റെ ഫലമായി എൻ്റെ അമ്മയുടെ വീടിനടുത്ത്, എൻ്റെ കുടുംബ വീടിനടുത്ത് ഒരു നല്ല വീടും 9 സെൻറ്റ് വസ്തുവും വിൽപ്പനയ്ക്ക് ഇട്ടിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ ഈ വിശുദ്ധ ഉപ്പ് എൻ്റെ ഭവനത്തിൽ പോകുമ്പോഴൊക്കെ ഞാൻ ആരും കാണാതെ ആ മതിൽ വഴി അതിനകത്ത് ഇട്ടിട്ട് പ്രാർത്ഥിക്കും, മാതാവേ ഈ ഒരു വീട് എൻ്റെ അനിയത്തിക്ക് വേണ്ടി നീ ഒരുക്കി കൊടുക്കണേ മാതാവേ, അവൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ട് വന്നാൽ ഞങ്ങൾക്കും പോയി നോക്കാമല്ലോ. അങ്ങനെ ഞാൻ ആരും കാണാതെ ഈ ഉപ്പ് ആ മതിലിനകത്തൂടെ അങ്ങനെ ഇട്ടിട്ട് ഞാൻ പ്രാർത്ഥിക്കുമായിരുന്നു. അതിൻ്റെ പിറ്റേ ആഴ്ച തന്നെ ആ വസ്തു ഉടമസ്ഥനെ കണ്ടുപിടിക്കുന്നതിനും ഞങ്ങൾക്ക് ഇവക്ക് വേണ്ടി അഡ്വാൻസ് കൊടുക്കുന്നതിനും അത് വാങ്ങി കഴിഞ്ഞ ഡിസംബറിൽ തന്നെ ആ വീടിൻ്റെ കൂദാശ നടത്തി നല്ല സന്തോഷത്തോടെ അവരിപ്പോൾ താമസിക്കുകയാണ്. ഇത്രയൊക്കെ ചെയ്തു തന്ന എൻ്റെ അമ്മയ്ക്കും തിരുക്കുമാരനും 1000 നന്ദി അർപ്പിക്കുന്നു. ബാക്കി എൻ്റെ അനിയത്തി സാക്ഷ്യമായിട്ട് പറയും. എൻ്റെ പേര് ഷീല സലീം. ഞാൻ CSI സഭാംഗമാണ്. ചേച്ചി പറഞ്ഞതുപോലെ എനിക്ക് മാതാവിനെക്കുറിച്ച് ഒരു വിശ്വാസം ഒന്നുമില്ലായിരുന്നു. ഞാൻ ജനിച്ചത് CSI സഭാംഗമാണ്. CSI സഭയിലെ വളരെ ആക്റ്റീവായിട്ട് പ്രവർത്തിക്കുന്ന, വളരെ സൺഡേ സ്കൂളിലും അങ്ങനെ എല്ലാ സംഘടനകളിലും വളരെ ആക്റ്റീവായിട്ട് പ്രവർത്തിക്കുന്ന ഒരംഗമാണ്. അപ്പം എൻ്റെ മാതാവിനെ കുറിച്ച് പറയുമ്പോൾ എൻ്റെ മാതാവിനെ എനിക്ക് ചെയ്ത നന്മകൾ എത്രത്തോളം വലുതാണെന്ന് നിങ്ങൾക്ക് മനസ്സിലാവണമെങ്കിൽ ഞാൻ അനുഭവിച്ച യാതനകൾ ആദ്യം മനസ്സിലാക്കണം. അതിനു വേണ്ടിയിട്ട് ഞാൻ എൻ്റെ ജീവിതത്തിൽ മാറ്റിമറിച്ച സംഭവം ഉണ്ടായത് 2024 ഡിസംബർ മാസം മുതലാണ്.
അപ്പോൾ എനിക്ക് സാമ്പത്തികമായിട്ട് ഞങ്ങൾ വളരെ താണ ഫാമിലിയാണ്. സാമ്പത്തികമായിട്ട് വലിയ ഞെരുക്കമായിരുന്നു. ഞാൻ ചർച്ചിൽ നല്ല ആക്റ്റീവായിട്ട് പ്രവർത്തിച്ചുവെങ്കിലും എൻ്റെ ചർച്ചിൽ സഭാംഗമായ ഒരു വ്യക്തിയുടെ ഒരു മാനസികമായിട്ട് പീഡനം വളരെ ഏറ്റത് കൊണ്ട് ഞാൻ മാനസികമായിട്ട് വളരെയേറെ തകർന്നു. അപ്പോൾ ഞാൻ ഒരു ഡോക്യുമെൻ്ററി ഓഫീസിൽ വർക്ക് ചെയ്യുവാണ്. അപ്പോൾ എനിക്ക് ഈ മാനസികമായിട്ട് തകർന്നത് കാരണത്താലും ഈ ഭാരത്താലും എനിക്ക് ഒന്ന് ജോലി ചെയ്യുന്നതിൽ ഒരു കോൺസെൻട്രേഷൻ ഒന്നും കിട്ടുന്നില്ല. അങ്ങനെ ഞാൻ വളരെ വിഷമത്തോടു കൂടി എനിക്ക് ഊണില്ല, ഉറക്കമില്ല, എപ്പോഴും ചിന്ത, എപ്പോഴും ഒരു വല്ലാത്തൊരു ഭാരം. അപ്പോഴും എനിക്ക് മാതാവിനെക്കുറിച്ച്, കൃപാസനത്തെക്കുറിച്ച് കേട്ടിട്ടുണ്ടോ എന്നല്ല, മാതാവിനെക്കുറിച്ച് വിശ്വാസമോ എനിക്ക് അങ്ങനെ ഒന്നുമില്ല. എനിക്ക് ഒരു വിശ്വാസം ഒട്ടുമില്ല. അപ്പോഴത്തേക്കും എനിക്ക് ഡിസംബർ മാസമായപ്പോഴത്തേക്കും ഇനിയിപ്പോൾ മരിക്കണം, എനിക്കെപ്പോഴും മരിച്ചാൽ മാത്രം മതി. അങ്ങനെ മരിക്കാനായിട്ട് ഞാൻ പല വഴികളും ചിന്തിച്ചു. അപ്പോൾ എൻ്റെ വീട് കുറച്ച് ഉള്ളിലാണ്, കഷ്ടിച്ച് ഒരു ബൈക്ക് മാത്രമേ വരത്തുള്ളൂ. അപ്പോൾ ജംഗ്ഷനിൽ ഇറങ്ങിക്കഴിഞ്ഞാൽ ഒരു വളം ഡിപ്പോയുണ്ട്. അപ്പോൾ എനിക്ക് മരിക്കണം എന്ന ചിന്തയോടുകൂടി ഞാൻ അവിടെ ചെന്ന് അവിടെ എലിവിഷം എന്നുള്ള ഇവിടെ എങ്ങനെ പറയുന്നറിയില്ല, എലിവിഷമായിരിക്കും. അപ്പോൾ ആഴ്ചപ്പോഴത്തേക്കും അതിൻ്റെ അളവ് ഞാൻ മനസ്സിലാക്കിയിട്ട് അവർ പറഞ്ഞു, അങ്ങനെ അവരെനിക്ക് എൻ്റെ ഒരു ഇഷ്ടം തോന്നി. ഞാൻ ഓരോ സമയവും ഇങ്ങനെ കഴിച്ചാൽ മരിക്കും, അങ്ങനെ കഴിച്ചാൽ മരിക്കും, എലിവേഷം, അല്ലെങ്കിൽ ഗ്യാസിൻ്റെ അടുത്ത് ചെന്ന് ഗ്യാസ് തുറന്നു വിടാൻ നോക്കും, ഫാനിൻ്റെ അടുത്ത് ഷോളിടും. അപ്പോൾ അങ്ങനെ ആത്മഹത്യയുടെ വാക്കിലെത്തുമ്പോഴത്തേക്കും എൻ്റെ മക്കളെക്കുറിച്ച് എനിക്ക് ചിന്തി, ഞാൻ മരിച്ചു കഴിഞ്ഞാൽ എൻ്റെ മക്കൾ ഇവിടെ പോകും എന്ന് പറഞ്ഞാൽ ഞാൻ പിൻവലിക്കും. അങ്ങനെ ആയപ്പോൾ ഡിസംബർ മാസം തുടങ്ങി മെയ് മാസം 8-ാം തീയതി വരെ ഞാൻ മെൻ്റൽ മൊത്തത്തിൽ തകർന്നു. എനിക്ക് ഫുഡില്ല, ഉറക്കമില്ല, ഒന്നുമില്ല. ആദ്യമൊക്കെ ആണെങ്കിൽ ഞാൻ കണ്ടടച്ച് കിടക്കും, ഉറങ്ങില്ല, പിന്നെ കണ്ണ് തുറന്ന് കിടക്കും, പിന്നെ ഉറങ്ങില്ല. പിന്നീടാണെങ്കിൽ എനിക്ക് ഉറങ്ങണോ, എണീക്കണോ, ഓടണോ ഒന്നും അറിയില്ല. അങ്ങനെ മെയ് മാസം 8-ാം തീയതി ആയപ്പോൾ രാത്രിയായപ്പോൾ 9 മണിയായപ്പോൾ കിടന്നപ്പോഴത്തേക്കും എനിക്ക് കണ്ണ് ഒരുമാതിരി പോലെ ഇങ്ങനെ സിമ്മി വന്നായിരുന്നു. അപ്പോൾ എനിക്കൊരു മൂത്ത മോന് 22 വയസ്സായി. അവൻ്റെ ഡെലിവറി സമയത്ത് എനിക്ക് ഫിക്സിൻ്റെ അസുഖം ഉണ്ടായിരുന്നു. അപ്പോൾ ആദ്യം എനിക്കിങ്ങനെ കണ്ണിൽ സിമ്മി വന്നിട്ട് ദേഹം മൊത്തം ഒരു തളരും. അപ്പോൾ ഞാൻ പറയും എനിക്ക് എന്തോ ഒരു അസ്വസ്ഥത തോന്നുന്നു. ഒരു 5 സെക്കൻഡ് കഴിയുമ്പോഴത്തേക്കും എനിക്ക് ഫിക്സ് വരും. ഫിക്സ് വന്നു കഴിഞ്ഞാൽ എനിക്ക് ഉള്ളിലെല്ലാം അറിയാം, പുറം എന്തൊക്കെ നടക്കുന്നു എന്തൊക്കെ അറിയാം. പക്ഷേ എൻ്റെ കൈ വെട്ടി മുറിച്ചാൽ പോലും എനിക്ക് പ്രത്യക്ഷത്തിൽ ഒന്നും പ്രതികരിക്കാൻ പറ്റില്ല. അങ്ങനെ 8-ാം തീയതി ആയപ്പോൾ രാത്രി ഇങ്ങനെ അസുഖം ഞാൻ പറഞ്ഞു, ചേട്ടാ എനിക്ക് ഒട്ടും വയ്യ, എനിക്ക് എന്തോ പോലെ വരുന്നുണ്ട്. അപ്പോൾ എൻ്റെ മക്കൾ ഇവിടെ ഇല്ലായിരുന്നു. എൻ്റെ മൂത്ത മോന് 22 വയസ്സ്, അവൻ ട്രിവാൻഡ്രം എയർപോർട്ടിൽ വർക്ക് ചെയ്യുമായിരുന്നു. അപ്പോൾ അവൻ അവിടെ ജോലി സ്ഥലത്തായിരുന്നു. എൻ്റെ ഇളയ മോന് അപ്രൻറ്റീസ് പഠിക്കാൻ വേണ്ടി ബാംഗ്ലൂരില്ല. അപ്പോൾ ഞാനും ചേട്ടനും മാത്രമേ ഉള്ളൂ. അപ്പോൾ ഞാൻ പറഞ്ഞു, ചേട്ടാ പെട്ടെന്ന് അടുത്തുള്ള ചേച്ചിയെ ഒന്ന് വിളിക്ക്, ഇനി കൂടിക്കഴിഞ്ഞാൽ എനിക്ക് പറ്റില്ല, ഞാൻ തറയിൽ വീണ് പോകും എന്ന് പറഞ്ഞു. അപ്പോൾ അതിനിടയ്ക്ക് എനിക്ക് പെട്ടെന്ന് അസുഖം കൂടി. അപ്പോൾ ചേട്ടന് എന്ത് ചെയ്യണമെന്ന് അറിയില്ല. ഓട്ടോ വരില്ല, വണ്ടി വരില്ല, ഒന്നുമില്ല. ഉൾപ്രദേശമാണ്. രാത്രി ഏകദേശം 10 മണിയോളം ആയി. അപ്പോഴത്തേക്കും ചേട്ടന് കുറേ സമയം വിളിച്ചിട്ട് ഏകദേശം 1 മണിക്കൂർ ആയിക്കാണെന്ന് തോന്നുന്നു. ആരെയൊക്കെ ബന്ധുക്കളൊക്കെ വിളിച്ചിട്ട് എന്നെ ഒരു അടുത്തുള്ള ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി, സർക്കാർ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയപ്പോഴത്തേക്ക് അവിടെ നിന്ന് പെട്ടെന്ന് മെഡിക്കലിൽ കൊണ്ടുപോകാൻ പറഞ്ഞു. ട്രിവാൻഡ്രം മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോയപ്പോഴത്തേക്കും അവിടെ ചെന്നപ്പോൾ എന്നെ പെട്ടെന്ന് അഡ്മിറ്റ് ചെയ്തു. എമർജൻസി CT സ്കാൻ ചെയ്യാൻ പറഞ്ഞു. അങ്ങനെയൊക്കെ അതിൻ്റെ ഇടയ്ക്ക് എൻ്റെ ചേട്ടൻ്റെ അമ്മയ്ക്ക് അറ്റാക്ക് വന്നിട്ട് അമ്മയ്ക്ക് 69 വയസ്സുണ്ട്. അപ്പോൾ അമ്മയ്ക്ക് ഷുഗറും BP-യും കാരണം ആൻജിയോപ്ലാസ്റ്റി ചെയ്യാൻ പറഞ്ഞിരുന്നു. ഇത് അസുഖം ഉള്ളത് കാരണം ഞങ്ങൾ ചെയ്തില്ല. ചേട്ടൻ്റെ പെങ്ങളുടെ വീട്ടിലാണ് നിൽക്കുന്നത്. അപ്പോൾ അമ്മയ്ക്ക് എന്തെങ്കിലും അസുഖം വരുമ്പോൾ ചേട്ടൻ്റെ പെങ്ങൾ എന്നെ വിളിക്കും. ഞങ്ങൾ പോയി അമ്മയെ കൊണ്ട് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാനാണ് പറയുക. അപ്പോൾ എന്നെ മെഡിക്കൽ കൊണ്ടുപോകാൻ സമയത്ത് തന്നെ അമ്മയ്ക്ക് ഇങ്ങനെ അസുഖം വരികയും ചേട്ടൻ്റെ പെങ്ങൾ എന്നെ വിളിച്ചു. എൻ്റെ ഫോണ് എൻ്റെ അസുഖം കാരണം ഞാൻ എന്നെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി വീട്ടിലായിരുന്നു. അപ്പോൾ ചേട്ടൻ പറഞ്ഞു, നിങ്ങൾ മെഡിക്കലിലിട്ട് വാ, ഞാൻ ഷീലയ്ക്ക് സുഖമല്ല, ഞങ്ങൾ മെഡിക്കൽ കോളേജിലുണ്ട്, നിങ്ങൾ വാന്ന് പറഞ്ഞു. അങ്ങനെ എന്നെ CT സ്കാനും ചെയ്ത് എക്സ്റേ അങ്ങനെ എന്തൊക്കെ എടുത്തിട്ട് വാർഡിലേക്ക് അഡ്മിറ്റ് ആകാൻ വേണ്ടിയിട്ട് അഡ്മിഷൻ ബുക്ക് വാങ്ങിച്ച് അവിടെ കൊണ്ടുവന്നപ്പോഴത്തേക്കും ചേട്ടൻ്റെ പെങ്ങളും മോനും കൂടെ ആംബുലൻസിൽ അവിടെ കൊണ്ടുവന്നു. പക്ഷേ അപ്പോഴത്തേക്കും അമ്മ അവിടെ നിന്ന് മരിച്ചിരുന്നു. അപ്പം ഡോക്ടർ പറഞ്ഞു, ചേട്ടൻ പറഞ്ഞു അമ്മയുടെ കാര്യങ്ങൾ ചെയ്യാനായിട്ട് ആരുമില്ല. ചേട്ടൻ്റെ അച്ഛനാണെങ്കിൽ ഒരു കടരോഗിയാണ്, അനുജൻ മരിച്ചു പോയിട്ട്, ചേട്ടൻ്റെ അളിജനാണെങ്കിൽ ഗൾഫിലാണ്. അപ്പോൾ വേറെ ആരുമില്ല, അമ്മയുടെ അടക്ക ശുശ്രൂഷ ചെയ്യാൻ അങ്ങനെ ആരുമില്ല. അപ്പോൾ അച്ഛൻ പറഞ്ഞു, ചേട്ടൻ നിങ്ങളുടെ സ്വന്തം ഇഷ്ടപ്രകാരം കൊണ്ടുപോയിക്കോന്ന് പറഞ്ഞു. അങ്ങനെ ചേട്ടൻ സ്വന്തം ഇഷ്ടപ്രകാരം കൊണ്ടുപോകുവാണെന്ന് പറഞ്ഞിട്ട് എന്നെ വീട്ടിൽ കൊണ്ടുവന്നു. എന്നിട്ട് 1 മാസത്തോളം എനിക്ക്
ദിവസം ഇങ്ങനെ അസുഖം വരും. അടുത്ത ഹോസ്പിറ്റലിൽ കൊണ്ടുപോകും. അടുത്തുള്ള ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുമ്പോൾ BP കുറയും, ഷുഗർ കുറയും, അങ്ങനെയൊക്കെ ആയിരുന്നു. അപ്പോൾ വീണ്ടും അവർ പറയുമ്പോഴത്തേക്കും അടുത്തുള്ള ഒരു ഹോസ്പിറ്റലിൽ കൊണ്ടുപോയപ്പോഴത്തേക്കും അവർ പറഞ്ഞു, EG എടുത്തപ്പോൾ പറഞ്ഞു തലയിലെന്തോ ബ്രെയിനിലെന്തോ ചെറിയൊരു പ്രോബ്ലമാണ്. അത് പറഞ്ഞു. എന്നിട്ട് അടുത്തുള്ള അനന്തപുരി ഹോസ്പിറ്റലിലേക്ക് ഷിഫ്റ്റ് ചെയ്തു. അവിടെ പോയപ്പോഴത്തേക്കും അവിടെ നിന്ന് മരുന്ന് തന്നു. അവിടെ നല്ല ഫേമസ് ഡോക്ടർ. അപ്പോൾ അവിടെ നിന്ന് തന്നപ്പോഴത്തേക്കും അന്ന് രാത്രിയും വീണ്ടും വന്നു. കണ്ടിന്യൂസ് ആയിട്ട് ഒരു മാസത്തിൽ ഒരു ദിവസം 1-2 പ്രാവശ്യം വെച്ച് ഞങ്ങൾ അടുത്ത ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകുമായിരുന്നു. അങ്ങനെ ലാസ്റ്റ് ദിവസം ആയപ്പോഴത്തേക്കും അവർ ഒരു ദിവസം രാവിലെ കലശലായിട്ട് അസുഖം വരികയും മെഡിക്കൽ കോളേജിൽ വന്ന് എന്നെ 8 ദിവസം മെഡിക്കൽ കോളേജിൽ അഡ്മിറ്റ് ആവുകയും ചെയ്തു. അപ്പോൾ എനിക്ക് പറയുന്നത് അപ്പോഴും CT സ്കാൻ, എമർജൻസി ആയിട്ട് എടുക്കുക, MRI എടുക്കുക. മെഡിക്കൽ കോളേജിൽ വരുമ്പോൾ എനിക്ക് ഒരു പ്രോബ്ലവും ഇല്ല. അങ്ങനെ ഇപ്പം എനിക്ക് എന്ത് പറഞ്ഞാൽ ഭയങ്കര ദേഷ്യമാണ്. അപ്പോൾ എൻ്റെ ചേച്ചി വന്ന് എനിക്ക് ഉടമ്പടി തൈലം ഞാൻ കാണാതൊക്കെ എനിക്ക് കിട്ടിയത്. എനിക്ക് ഭയങ്കര ദേഷ്യം. ഞാൻ എന്തൊക്കെ പറയുമ്പോഴത്തേക്കും സ്വയം ഇഞ്ചക്ഷൻ്റെ സിറിപ്പിൻ്റെ ഒക്കെ നീഡിലൊക്കെ വലിച്ചൊടിച്ച് കളയും, അങ്ങനെയൊക്കെ ഉണ്ട്. അപ്പോൾ അവർക്ക് അവിടെ നിന്നിട്ട് ഇത് ടെസ്റ്റൊക്കെ ചെയ്തപ്പോൾ എല്ലാം നോർമലായപ്പോൾ അവർ പറഞ്ഞു, ശരി ഇവർക്ക് ഒന്നുമില്ല, നിങ്ങൾ അടുത്ത കാര്യം ചെയ്യും, അടുത്ത ആഴ്ച വന്ന് നിങ്ങൾ അവിടെ സൂപ്പർ സ്പെഷ്യാലിറ്റി ന്യൂറോ കൺസൾട്ട് ചെയ്യാൻ പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ ന്യൂറോ കൺസൾട്ട് ചെയ്യാൻ പോയപ്പോഴത്തേക്ക് അവർക്ക് നോക്കിയപ്പോഴത്തേക്ക് ഫിറ്റ്സിൻ്റെ അല്ല, പക്ഷേ നേരത്തെ ഫിറ്റ്സൊക്കെ വരുമ്പോൾ ഫിറ്റ്സിൻ്റെ രൂപത്തിൽ, പക്ഷേ ഇപ്പോൾ ഫിറ്റ്സ് വരുമ്പോഴത്തേക്കും തല മാത്രമേ വെട്ടുന്നുള്ളൂ. പിന്നെ തൊണ്ടയിലൊന്നും ശ്വാസം കിട്ടാത്തൊരവസ്ഥ, വല്ലാത്ത അമറൽ ശബ്ദം, ഫിറ്റ്സിൻ്റെ ലക്ഷണം ഒന്നുമില്ല. അപ്പോൾ ഡോക്ടർ പറഞ്ഞു വീഡിയോ എടുത്ത് കാണിക്കാം. മെയിൻ ഡോക്ടർ ജൂനിയേഴ്സിൻ്റെ അടുത്ത് പറഞ്ഞു. അവരടുത്ത് കൗൺസിലിൻ പ്രകാരമായിട്ട് അവർ പറഞ്ഞു ഈ കൊച്ചിന് ഫിറ്റ്സ് അല്ല, ഇത് മാനസികമായിട്ട് വന്ന ഒരു മെൻ്റൽ ഡിപ്രഷൻ കൊണ്ട് വന്നതാണ്, ഇത് സൈക്കാട്രിസ്റ്റ് പ്രോബ്ലമാണ്, അതുകൊണ്ട് സൈക്കാട്രിസ്റ്റ് ഡോക്ടറെ കൺസൾട്ട് ചെയ്യണമെന്ന് പറഞ്ഞു. അപ്പോൾ എനിക്ക് സൈക്കാട്രിസ്റ്റ് ഡോക്ടറെ കൺസൾട്ട് ചെയ്യണമെന്ന് പറഞ്ഞപ്പോൾ ഡോക്ടർ എന്നെ വന്ന് കാണുകയും എന്നോട് കാര്യങ്ങൾ കുറേ ചോദിച്ചിരുന്നു. എനിക്ക് ആദ്യമായിട്ട് കുറച്ച് ടാബ്ലറ്റ് തരികയും ചെയ്തു. അന്ന് കുറേ മാസങ്ങൾക്ക് ശേഷം ഞാൻ സുഖമായിട്ട് ഉറങ്ങിയ ശേഷം എന്നെ ഡോക്ടർ പറഞ്ഞു ഒരു ബുധനാഴ്ച അവിടെ നിന്ന് എന്നെ ഡിസ്ചാർജ് ആക്കിയിട്ട് അവർ പറഞ്ഞു മെൻ്റൽ വാർഡിലോട്ട് എന്നെ അവിടെ ആക്കണമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു എൻ്റെ എന്ത് വന്നാലും ഞാൻ മെൻ്റൽ വാർഡിൽ നിൽക്കില്ല, മെൻ്റൽ വാർഡിൽ കിടക്കില്ല, ഞാൻ എന്നാൽ ഇറങ്ങിപ്പോവും, എനിക്ക് പറ്റില്ല എന്ന് പറഞ്ഞു. അങ്ങനെ മെൻ്റൽ വാർഡിൽ കിടക്കാതെ ഞാൻ ഇറങ്ങി പോകുന്നത്. അപ്പം ന്യൂറോ വാർഡിലൊന്ന് ബുധനാഴ്ച ഡിസ്ചാർജ് ആക്കിയിട്ട് എൻ്റെ മോനോട് പറഞ്ഞു ശരി എന്നാൽ നിങ്ങൾ വീട്ടിൽ പോയിക്കോ, അടുത്ത OPയിൽ നിങ്ങൾ വന്ന് കണ്ടാൽ മതി, ഞാൻ നിങ്ങൾക്ക് ഡിസ്ചാർജ് സമ്മറി, മെൻ്റൽ വാർഡിലെ ഡിസ്ചാർജ് സമ്മറി നിങ്ങൾക്ക് വാട്സപ്പിൽ ഇട്ട് തരാം എന്ന് പറഞ്ഞ് ഞങ്ങൾ ഡിസ്ചാർജ് ചെയ്ത് അയച്ചു. അങ്ങനെ ഞങ്ങൾ വീട്ടിലെത്തിയപ്പോൾ എൻ്റെ ചേച്ചി വീടിന് അടുത്തുള്ള ഒരു ചേച്ചി ഇവിടെ കൃപാസനത്തിൽ വന്ന് ഉടമ്പടി എടുത്ത് ചേച്ചി പ്രാർത്ഥിക്കുന്ന ചേച്ചിയാണ്. പിറ്റേ ദിവസം രാവിലെ ചേച്ചി ഇവിടുത്തെ ഉടമ്പടി തൈലവും തേനും ഒരു രൂപവും അമ്മയുടെ കുറച്ച് രൂപം കൊണ്ട് അവിടെ വന്നു. അപ്പോൾ വന്നിട്ട് എൻ്റെ കൈ നീട്ടാൻ പറഞ്ഞു. ആദ്യം എൻ്റെ കയ്യിൽ തേനും ഉടമ്പടി തൈലം കൂടെ ഒരുമിച്ച് ഒഴിച്ചു തന്നു. എന്നിട്ട് എൻ്റെ അടുത്ത് അത് കുടിക്കാൻ പറഞ്ഞു. ഞാൻ കുടിച്ചു. എന്നിട്ട് അമ്മയുടെ കാശ് രൂപം എൻ്റെ നെറ്റിയിൽ വെച്ചപ്പോൾ എനിക്ക് അതികലശലമായിട്ട് ഭയങ്കരമായിട്ട് അസുഖമുണ്ടായി. അപ്പോൾ എൻ്റെ ചേച്ചി എന്നെ കെട്ടിപ്പിടിച്ചിട്ട് മാതാവേ കൃപാസന മാതാവേ കാരണം മാതാവേ വെച്ചിരിക്കാത്ത മാതാവേ വാന്ന് പറഞ്ഞിട്ട് ഭയങ്കര നിലവിളിയായിരുന്നു. എൻ്റെ കണ്ണിലെന്നാണെങ്കിൽ കണ്ണുനീരിട്ടിട്ട് വീഴുമായിരുന്നു. കുറച്ച് നേരം ഇവരിങ്ങനെ വിളിച്ച് പ്രാർത്ഥിച്ച ശേഷം എൻ്റെ അസുഖം പെട്ടെന്ന് മാറി. അപ്പോൾ എനിക്ക് പെട്ടെന്ന് അമ്മയുടെ പ്രത്യേക ഒരു ഇഷ്ടം തോന്നി, പ്രത്യേക ഒരു വിശ്വാസം തോന്നി. അപ്പോൾ ഞാൻ പറഞ്ഞു എന്തായാലും നമുക്കൊന്ന് കൃപാസനത്തിൽ പോകാം. ചേച്ചിയും പറഞ്ഞു ശരി നമുക്ക് കൃപാസനത്തിൽ പോകാം. അങ്ങനെ ഇത് 2025 ജൂൺ മാസം 27-ാം തീയതിയാണ് ഈ സംഭവം നടക്കുന്നത്. ഞങ്ങൾ 2025 ജൂലൈ മാസം 2-ാം തീയതി ഞങ്ങൾ ഇവിടെ വന്ന് ഉടമ്പടി എടുത്തു. ഉടമ്പടി എടുത്തിരുന്നാൽ വേറെ ഒന്നുമല്ല, ഞങ്ങൾക്ക് ഉടമ്പടി എടുത്ത് ഒരു കാര്യം ഞങ്ങൾക്ക് അറിയില്ല. ഞങ്ങളെ വിശ്വാസം എന്തോ ഇതിവിടെ വന്ന് എനിക്ക് വീടില്ല, എനിക്ക് അവിടെ വീട് വയ്ക്കാൻ പറ്റുമോ, എൻ്റെ അസുഖം മാറോ, ഇനി മരുന്ന് കഴിക്കണോ, പോകണോ, അങ്ങനെ എന്തൊക്കെ എനിക്ക് ജോസഫിനെ അച്ഛനെ കണ്ട് എൻ്റെ കാര്യങ്ങൾ എല്ലാ റെക്കോർഡ്സുമായിട്ട് കൊണ്ടുവന്നു. അപ്പോൾ കൊണ്ടുവന്നപ്പോൾ അവർ പറഞ്ഞു അത് ഉടമ്പടി എടുത്താലേ അച്ഛനെ കാണാൻ പറ്റത്തുള്ളൂ. അങ്ങനെ ഞങ്ങൾ ഉടമ്പടി എടുത്ത് വന്നപ്പോഴത്തേക്കും പറഞ്ഞു വേണ്ട, ഉടമ്പടി എടുത്തത് നിങ്ങൾ ഇന്നലെ എടുത്തിട്ടുള്ളൂ, ഉടമ്പടി എടുത്ത് കാണാൻ പറ്റില്ല, നിങ്ങൾ പോയി പുതുക്കിയിട്ട് നിങ്ങൾക്ക് വിശ്വാസം വന്നാൽ നിങ്ങൾക്ക് അച്ഛനെ കാണാമെന്ന് പറഞ്ഞു. സത്യത്തിൽ പറഞ്ഞാൽ എനിക്ക് അന്ന് ഇവിടെ കൊണ്ടുവന്ന ചേച്ചിയോട് സത്യം പറഞ്ഞാൽ നല്ല ദേഷ്യമുണ്ടായി. ആളെ പറ്റിച്ച് കൊണ്ടുവന്നത് എന്നല്ലോട് ഇങ്ങനെ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ കൃപാസന സന്നിധി വരെയില്ല, ഉടമ്പടി എടുക്കുകയില്ല. ചേച്ചിയെ മനസ്സിൽ കുറേ വഴക്ക് പറഞ്ഞിട്ട് തന്നെയാണ് ഞങ്ങൾ ഇവിടെ നിന്ന് പോയത്. പക്ഷെ പോയിട്ട് അന്ന് മുതൽ എന്തോ എനിക്ക് ഇവിടെ ഉടമ്പടിയിലെ കാര്യങ്ങൾ ഞാൻ പാലിക്കാൻ തുടങ്ങി. വെളുപ്പാങ്കാലം എടുത്ത് പ്രത്യക്ഷീകരണ പ്രാർത്ഥന പറയും, ഞാൻ ബൈബിൾ വായിക്കും, എല്ലാം ചെയ്യും. ആ ചേച്ചി തന്നെ എനിക്ക് കൃപാസനത്തിൻ്റെ അച്ഛൻ്റെ
ടോക്ക് ഡെയിലി ബ്രെഡ് എനിക്ക് അഞ്ചരയ്ക്ക് അയച്ചു തരും, എല്ലാം ചെയ്യും. എനിക്ക് ചേച്ചി എനിക്കൊരു ജപമാല മാല തന്നിരുന്നു. എനിക്ക് എങ്ങനെയാണ് ജപമാല ചൊല്ലേണ്ടതെന്ന് അറിയില്ല. കാരണം ഞാൻ CSA അംഗമാണ്. ഞാൻ ഒരു ദിവസം രാത്രി ഉറങ്ങിക്കിടന്നപ്പോൾ എന്നെ നന്മ നിറഞ്ഞ മറിയമ്മേ ആ 2 വരി എന്നെ ആരോ വന്ന് എന്നെ ഉറക്കത്തിൽ നിന്ന് പഠിപ്പിച്ചു തന്നു. ഞാൻ കറക്റ്റായിട്ട് ഞാൻ നന്നാ പഠിച്ചു. അപ്പോൾ പിറ്റേ ദിവസം രാവിലെ ദിവസം എൻ്റെ ചേച്ചിനെ നോക്കാൻ വരും, ചേച്ചിയും മക്കളും. ഞാൻ പറഞ്ഞു എനിക്ക് നന്മ നിറഞ്ഞ മറിയമ്മ എനിക്ക് 2 വരി അറിയാമല്ലോ, എനിക്ക് പഠിപ്പിച്ചു തന്നു, ആരോ പഠിപ്പിച്ചു തന്നു. അപ്പോൾ ചേച്ചിയുടെ മോൻ പറഞ്ഞു കുഞ്ഞമ്മ ഒരു പേനയും പേപ്പറും എടുത്തുണ്ടോ, ഞാൻ അടുത്ത് കുഞ്ഞമ്മയെ പഠിപ്പിക്കാമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു വേണ്ട, ഞാൻ എങ്ങനെ അടുത്തെന്ന് പഠിക്കാം. പക്ഷേ എന്നും ചേച്ചി ദിവസമുള്ള ഡെയിലി ബ്രെഡ് പ്രാർത്ഥന ഇട്ട് തന്ന ചേച്ചി അന്ന് രാവിലത്തേക്കും ഏതോ വർഷങ്ങൾക്ക് 2-3 വർഷത്തിന് മുന്നേ ഉള്ള അച്ഛൻ്റെ ഒരു ടോക്കാണ് എനിക്ക് അന്ന് ഇട്ട് തന്നത്. ആ ടോക്കിൽ നന്മ നിറഞ്ഞ മറിയമ്മയുടെ ആദ്യം മുതൽ അവസാനം വരെയുള്ള ആ പൊരുൾ എല്ലാം കൂടെ ഉള്ള വിസ്തരിച്ചുള്ള പ്രസംഗം ഉൾപ്പെടെയുള്ളതാണ് ഇട്ടുന്നത്. അങ്ങനെ ഞാൻ അർത്ഥവത്തായിട്ട് ആ ജപമാല പൂർണ്ണമായിട്ട് ഞാൻ പഠിച്ചു. അങ്ങനെ അതിൻ്റെ ശേഷം ഞാൻ പിന്നെ ആശുപത്രി പോയിട്ടില്ല, മരുന്ന് കഴിച്ചിട്ടില്ല, എനിക്ക് ഇതുവരെയും അസുഖം വന്നിട്ടില്ല. എൻ്റെ ആയുധം എന്ന് പറയുന്നത് എൻ്റെ ഉടമ്പടി തൈലവും ഉപ്പ്, എൻ്റെ ജപമാല പ്രാർത്ഥനയാണ്. ഇതാണ് എൻ്റെ അമ്മ എനിക്ക് ആദ്യമായിട്ട് ചെയ്തു തന്നത്. അതിനുവേണ്ടി എൻ്റെ പരിശുദ്ധ അമ്മയ്ക്ക് കോടാനുകോടി എനിക്ക് നന്ദി പറയുന്നു. രണ്ടാമത് എനിക്ക് തന്ന അത്ഭുതം എന്ന് പറയുന്നത് എനിക്ക് 23 വർഷം കൊണ്ട് ഒരു ഭവനമില്ല, ഒരു കുഞ്ഞു ഭവനമാണ്. എൻ്റെ മക്കൾക്ക് ഓൺലൈൻ ക്ലാസ് വരുമ്പോഴത്തേക്കും എല്ലാ മക്കളും വീഡിയോ കോൾ വരുമ്പോൾ എൻ്റെ മക്കൾ ഓഡിയോ കോളിൽ നിന്നാണ് ഓൺലൈൻ ക്ലാസ് അറ്റൻഡ് ചെയ്യുന്നത്. ഒരു ഇൻ്റർവ്യൂ വരുമ്പോൾ എൻ്റെ മോൻ പറയും അമ്മ ഞാൻ ഇന്ന് ആ റൂമിൽ കയറണ്ട അമ്മ, എനിക്കിന്ന് ഒരു ഇൻ്റർവ്യൂ ആണെന്ന് പറയും. എൻ്റെ സാരി ഷോൾ ഇതൊക്കെ എടുത്ത് റൂം ഡെക്കറേഷൻ ചെയ്യും. ഞങ്ങളുടെ ഹോസ്പിറ്റൽ റെക്കോർഡ്സൊക്കെ ഞങ്ങളൊരു കവറിലായിട്ട് ചുവരിൽ തൂക്കിയിട്ട് ആണി അറിഞ്ഞ് ചുവരിൽ തൂക്കി മഴ പോകുമ്പോഴത്തേക്കും അടുത്ത മഴയിൽ കവറിനകത്ത് വെള്ളം ഇറങ്ങി ആ റെക്കോർഡ്സൊക്കെ നശിച്ചു പോകും. അങ്ങനത്തെ ഒരു പഴഞ്ഞ വീടായിരുന്നു. അങ്ങനെയായിരുന്നു. അപ്പോഴത്തേക്ക് ഇവിടെ നിന്ന് വന്ന് ഉടമ്പടി എടുത്ത 7-ാം തീയതി ഞാൻ 2-ാം തീയതി ഇവിടെ നിന്ന് ഉടമ്പടി എടുത്തു. 8-ാം തീയതി ഞാൻ ഒരു വലിയ വീടിന് ഞാൻ 1 ലക്ഷം രൂപ അഡ്വാൻസ് കൊടുക്കുന്നു. കാരണം ഞാൻ എൻ്റെ ഒരു കഴിവല്ല, എല്ലാം എൻ്റെ മാതാവിൻ്റെ കഴിവാണ്. എനിക്ക് ഒരു കഴിവ് എല്ലാം മാതാവ് ഒരുക്കി തന്നതാണ്. ഞങ്ങൾക്ക് ഒരു പൈസയോ ഒരു സാമ്പത്തികമോ ഒന്നുമില്ല. ലോണിനോ പർച്ചേസ് ലോണിനോ ഒരു സാലറി സർട്ടിഫിക്കറ്റ് ഇല്ല, ഞങ്ങൾക്ക് വേണ്ടവണ്ണം വരുമാനമില്ല, ഒന്നുമില്ല, എല്ലാം. പക്ഷേ എൻ്റെ അടുത്തോട്ട് എല്ലാം എൻ്റെ മാതാവ് കാത്തിട്ട് എന്ന് ഞാൻ ഇവിടെ ഉടമ്പടിയിൽ ഒരു നിയമം വെച്ചിരുന്നു. മാതാവേ എനിക്ക് വേറൊന്നും വേണ്ട, എനിക്ക് ഭവനത്തിൽ മാതാവിനെ ധ്യാനിച്ച് കഴിയാൻ പറ്റിയ ഒരു ഭവനം, ഞാൻ കുടുംബമായിട്ട് താമസിക്കുവാൻ മാതാവിനെ ധ്യാനിച്ച് കഴിയുവാൻ പറ്റിയ ഒരു ഭവനം എനിക്ക് തരണേന്ന് പറഞ്ഞു. അതിന് പ്രകാരം എനിക്ക് നല്ല ഒരു 9 സെൻറ്റ് വീട്, 2 സൈഡ് റോഡ്, 4 ബെഡ്റൂമോട് കൂടിയ നല്ലൊരു വീട് എനിക്ക് ദൈവം അനുഗ്രഹിച്ചെന്നു. അതിനുവേണ്ടി എൻ്റെ മാതാവിന് കോടാനുകോടി നന്ദി പറയുന്നു. മൂന്നാമത്തേന്ന് പറയുന്നത് എനിക്ക് 1.5 മാസം മുമ്പ് ഒരു ആക്സിഡൻറ്റ് പറ്റിയായിരുന്നു. ആക്സിഡൻറ്റ് പറ്റിയിട്ട് റോഡ് ക്രോസ് ചെയ്തപ്പോൾ ഒരു ബൈക്ക് വന്നിടിച്ചത് കാലിൽ ഇൻഫെക്ഷനായിട്ട് എനിക്കൊന്ന് സർജറി ചെയ്തേണ്ടി വന്നിട്ട് ഇന്ന് 21 ദിവസമേ ആയിട്ടുള്ളൂ സർജറി ചെയ്തിട്ട്. അപ്പോൾ ഇൻഫെക്ഷനായിട്ട് കാലിൽ നല്ലതായിട്ട് പഴുത്ത് അതിനകത്ത് പേട് പോലെ ഒരു തിരി പോകും. ഇവിടെ ട്രിവാൻഡ്രം ഭാഷയിൽ തിരി എന്ന് പറയാം. അപ്പം അത് അതിനകത്ത് കുത്തി ഇറക്കുമായിരുന്നു. അപ്പം വലിയ പഞ്ഞിക്കെട്ട് പോലെ വെച്ച് കെട്ടിയിട്ട് അതിനകത്ത് ബാൻഡേഡ് ചുറ്റി തരും. ഞാൻ പോകുമ്പോഴൊക്കെ പഴുത്ത് കാലിൽ അതിൻ്റെ പുറമെ പഴുത്തുന്ന ആ തിരി അതിനകത്ത് കുത്തി ഇറക്കുമായിരുന്നു. അങ്ങനെ ഞാൻ വേദന കൂടെ അസഹ്യം കൊടുക്കുമ്പോൾ ഞാൻ മാതാവിനെ വിളിച്ചു, അമ്മേ എനിക്ക് എൻ്റെ പഴുപ്പ് ഇതിലൊന്നും വരരുത്, എനിക്കിത് പൂർണ്ണമായിട്ട് മാറ്റുന്നതാണ്. 20-ാം തീയതി ഞാൻ അമ്മയുടെ സന്നിധിയിൽ വന്ന് ഞാൻ എന്തായാലും ഉറപ്പായിട്ട് അമ്മയുടെ സന്നിധിയിൽ ഞാൻ സാക്ഷി പറഞ്ഞോളാം എന്ന് പറഞ്ഞു. പിറ്റേന്നാൾ ഞാൻ ഡ്രസ്സിങ് ചെയ്യാൻ പോയപ്പോഴത്തേക്കും അത്ഭുതം എന്ന് പറയട്ടെ, ഒട്ടും പഴുപ്പില്ല, പഴുപ്പ് പൂർണ്ണമായിട്ട് മാറ്റി തന്നു, തിരിയില്ല. അങ്ങനെ എന്നിട്ട് കഴിഞ്ഞ ഞായറാഴ്ച ഞാൻ പോയപ്പോഴത്തേക്കും ഞാൻ ഓപ്പറേഷൻ 21 ദിവസമല്ലായുള്ളൂ. ഞാൻ 20-ാം തീയതി കഴിഞ്ഞ ഞായറാഴ്ച പോയപ്പോൾ എനിക്ക് കുറച്ച് ദൂരം നടക്കാം, സ്റ്റെപ്പ് കയറാൻ പറ്റില്ല. സ്റ്റെപ്പ് കയറാൻ പറ്റണമെങ്കിൽ ആരെങ്കിലും അല്ലെങ്കിൽ കഷ്ടിച്ചാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു, ദൈവമേ അമ്മേ ഞാൻ ഈ കാല് വെച്ചിട്ട് എങ്ങനെ 21-ാം തീയതി ഞാൻ അങ്ങ് 20-ാം തീയതി കൃപാസനത്തിൽ പോകും, അമ്മ എൻ്റെ കാല് സുഖമാക്കി തരണമെന്ന് പറഞ്ഞു. പിറ്റേ ദിവസം എന്ന് പറയട്ടെ എനിക്കറിയില്ല എങ്ങനെ അത് അത്ഭുതം എന്താ എൻ്റെ കാല് ഇപ്പോൾ ഒരു അസുഖം ഒരു വേദന ഒന്നുമില്ല, മുഴുവൻ ഒരു വേദന നല്ല രീതിയിലാണ് ഞാനിവിടെ വന്നത്. ഇത്രത്തോളം നന്ദി എനിക്ക് നന്മകൾ ചെയ്ത എൻ്റെ അമ്മയ്ക്കും പരിശുദ്ധ കുമാരനും ഞാൻ കോടാനുകോടി നന്ദി പറയുന്നു. പിന്നെ പ്രേക്ഷിത പ്രവർത്തനം എന്ന് പറയുന്നത് ഞാൻ ഇവിടെ നിന്ന് കിട്ടുന്ന പത്രങ്ങളൊക്കെ ഞാൻ എല്ലാവർക്കും കൊടുക്കും. പിന്നെ എന്നെ കൊണ്ട് ഒരു 5 മിനിറ്റ് ആരോട് സംസാരിക്കാൻ കിട്ടിയാലും ആരായാലും ഞാൻ എൻ്റെ അമ്മ ചെയ്ത പ്രവൃത്തികൾ എല്ലാവരോടും ഒരു നാണക്കേടും കൂടാതെ എല്ലാവരോടും പറയുവാൻ എനിക്ക് സാധിക്കുന്നുണ്ട്. കാരുണ്യ പ്രവർത്തനമായിട്ട് ഞാൻ മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് നല്ലോണം പ്രാർത്ഥിക്കുള്ളൂ. എൻ്റെ മുന്നിൽ ആര് സഹായം അഭ്യർത്ഥിച്ച് വന്നാലും ഞാൻ അവർക്ക് എന്നാൽ കഴിയുന്നത് എല്ലാം ചെയ്തു കൊടുക്കും. അത്
അത് മാത്രമല്ല ഞാൻ ഫുഡ് അവർക്ക് ആശുപത്രിയിലൊക്കെ ഫുഡ് അവർക്കൊക്കെ വിതരണം ചെയ്യും. പിന്നെ മറ്റുള്ളവർക്ക് വേണ്ടി ആത്മീയ ജീവിതത്തിൽ എനിക്ക് വന്ന മാറ്റം എന്ന് പറയുന്നത്, എനിക്ക് നേരത്താണെങ്കിൽ എന്തെങ്കിലും പ്രയാസങ്ങൾ വന്നു കഴിഞ്ഞാൽ എനിക്ക് പെട്ടെന്ന് ഭയങ്കര ഗ്ലൂമിയായി അങ്ങനെ മരിക്കണം അല്ലെങ്കിൽ അങ്ങനെ ഭയങ്കര ദേഷ്യം. പക്ഷേ ഇപ്പോൾ എത്ര പ്രശ്നം വന്നാലും എല്ലാം എനിക്ക് ചിരിച്ചുകൊണ്ട് ഫേസ് ചെയ്യാനായിട്ട് എൻ്റെ മാതാവ് എനിക്ക് കഴിവ് തന്നു. അതുകൊണ്ട് ഇനിയും എൻ്റെ മാതാവിൻ്റെ പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷിയായിട്ട് എൻ്റെ മരണമോത്തോളം ജീവിക്കുവാനായിട്ട് നിങ്ങളെല്ലാവരും പ്രാർത്ഥിക്കണമെന്നും ഞാൻ മരണത്തോളം ജീവിക്കുമെന്നും ഞാൻ പ്രതിജ്ഞ ചെയ്തുകൊണ്ട് എൻ്റെ സാക്ഷി നിന്ന് നിർത്തുന്നു. നന്ദി. അവിടുന്ന് ഹൃദയം തകർന്നവരെ സൗഖ്യപ്പെടുത്തുകയും അവരുടെ മുറിവുകൾ വെച്ച് കെട്ടുകയും ചെയ്യുന്നു. സങ്കീർത്തനം 147 3-ാം വചനമാണ്. വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുന്നതെല്ലാം നിങ്ങൾക്ക് ലഭിക്കുമെന്നാണ് മത്തായിയുടെ സുവിശേഷം 21-ാം അധ്യായം 22-ാം വചനം പറയുന്നത്. ഈ മോൾ വിശ്വാസത്തോടെ പ്രാർത്ഥിച്ചു. മെറിറ്റില്ല, സാമ്പത്തികമായിട്ട് ഒന്നുമില്ല കയ്യിൽ. എന്നാലും വിശ്വാസത്തോടെ പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ടാണ് ഈ മകൾക്ക് ഒരു നല്ലൊരു ഭവനം നൽകി ഈശോയും അമ്മയും അനുഗ്രഹിച്ചത്. പിന്നീടുണ്ടായിരുന്ന ആക്സിഡൻറ്റ് കേസായിരുന്നു. അവിടെയും ഈ മകൾ പ്രാർത്ഥിച്ചത് മാർച്ച് 20-ാം തീയതി പരിശുദ്ധ അമ്മയുടെ സന്നിധിയിൽ വന്ന് പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷ്യം പറയുവാനായിട്ട് എന്നെ അനുഗ്രഹിക്കണമേ എന്നാണ് ഈ മകൾ പ്രാർത്ഥിച്ചത്. ആക്സിഡൻറ്റ് കാരണം പഴുപ്പ് വന്നിരുന്ന ഒരവസ്ഥയായിരുന്നു. പിന്നീട് ഉടമ്പടി വസ്തുക്കൾ ഉപയോഗിച്ച് പ്രാർത്ഥിക്കുകയും ഡേറ്റ് ഇട്ട് പ്രാർത്ഥിക്കുകയും സമയച്ചുരുക്കത്തിൻ്റെ അമ്മയോടാണ് ഈ മകൾ പ്രാർത്ഥിച്ചത്. അതിൻ്റെ ഫലമായിട്ട് തന്നെയാണ് ഈ മകൾ ഇന്ന് മാർച്ച് 20-ാം തീയതി പരിശുദ്ധ അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷിയായിട്ട് തന്നെ അമ്മയുടെ സന്നിധിയിൽ വന്ന് നിൽക്കുന്നത്. ഇപ്പോഴുള്ള ആത്മീയ ജീവിതത്തിൽ മകൾക്കിനി ഒന്നും ഭയപ്പെടേണ്ട ആവശ്യമില്ല. ഈശോയുടെ അമ്മയുടെ സാന്നിധ്യമുണ്ട്, കൂടെ ധൈര്യമുണ്ട്. അമ്മയുടെ സാന്നിധ്യവും സ്നേഹവും അമ്മയുടെ കരുണയും അനുഭവിച്ചറിഞ്ഞ ഈ മകൾക്ക് ഇനിയൊന്നും പേടിക്കേണ്ട ആവശ്യമില്ല എന്നാണ്. ഇനിയും മുന്നോട്ട് പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷിയായിട്ട് മുന്നോട്ട് ജീവിതം നയിക്കുവാനാണ് ഈ മകളുടെ ആഗ്രഹം എന്നാണ് പറഞ്ഞത്. നമ്മുടെ ജീവിതത്തിലും നമ്മുടെ വേദനകൾ, ജീവിത പ്രശ്നങ്ങൾ, നഷ്ടപ്പെട്ട ബന്ധങ്ങൾ, രോഗങ്ങൾ, നിറവേറാത്ത സ്വപ്നങ്ങളുണ്ടാവാം. ഉടമ്പടിയിൽ നമ്മുടെ മുറിവുകൾ കൃപയായി മാറ്റുന്ന ഒരു ഈശോയാണ് കൂടെയുള്ളത്. വേദനകൾ സാക്ഷ്യമാക്കി നമ്മളെ കരം പിടിച്ച് നയിക്കുന്ന ഒരമ്മയാണ് നമ്മുടെ കൂടെയുള്ളത്. നമ്മുടെയും തകർന്ന ഹൃദയങ്ങൾ സൗഖ്യമാക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ മുറിവുകൾ കർത്താവിൻ്റെ കൃപയാൽ സുഖപ്പെടട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മൾക്ക് കരങ്ങളടിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്താം. യേശുവേ നന്ദി, യേശുവേ സ്തുതി, ആവേ മരിയ. അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം. ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാകുക.